എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ റെയിൽവേ സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്നൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഒരു സീരീസാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ പോകുന്നതായിരിക്കും. അപ്പോൾ NTPC നോട്ടിഫിക്കേഷനൊക്കെ വന്നു, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇപ്പം അപ്ലൈ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഇപ്പോൾ ഓണാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ലേറ്റ് ആക്കാണ്ട്, നിങ്ങൾക്കറിയാം റെയിൽവേ SSC എക്സാമുകളൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈം അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പലപ്പോഴും നമുക്ക് സിസ്റ്റത്തിൽ ലോഗിൻ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ രീതിയിൽ വരാറുണ്ട് സൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് അത്രയും ലേറ്റ് ആക്കരുത്, നേരത്തെ കൂടി തന്നെ ചെയ്യാം. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഫോട്ടോയും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യണം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്നും കണ്ടു നോക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു വെക്കുക. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ കാരണം എക്സാം നമുക്ക് എന്താ പറയുക, വളരെ നാളായിട്ട് കാത്തിരിക്കുന്ന എക്സാമുകളിൽ ഒന്നാണ് റെയിൽവേ NTPC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മിസ്റ്റേക്ക് കാരണം, നമ്മുടെ ഒരു ആവേശം കാരണം ഒരു മിസ്റ്റേക്കും വരാതെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, പഠിക്കുകയും വേണം. നമ്മൾ ഓൾറെഡി ഈ വർഷം സ്റ്റാർട്ടിങ് മുതലേ പറയുന്ന കാര്യമാണ് പഠിക്കുക എന്നുള്ള കാര്യം. നമ്മളിപ്പം ഓൾറെഡി നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ ഈ ഒരു ചാനൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ റീസണിങ്ങിൻ്റെ റെയിൽവേ സീരീസ് എന്ന് പറഞ്ഞാണ് പോകുന്നത് ഇപ്പോൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾ ഓൾറെഡി ഒരു ബേസിക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു പ്രാക്ടീസ് സെഷൻ പോലെ നമുക്ക് ഈ ക്ലാസ്സുകൾ കൊണ്ടുപോയി നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് റെഫർ ചെയ്ത് നിങ്ങൾക്ക് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഒരു മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു എന്താ പറയുക PDF ഒന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം പോലില്ല. നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചെയ്ത് പഠിക്കുന്ന സ്പീഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ഒരു ഡിസ്കഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും, ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് SSCയിൽ നിന്ന് ചോദിക്കുന്നത്, ബാങ്ക് എക്സാമിൽ നിന്നുള്ള ഏതൊക്കെ ടോപ്പിക്കുകൾ നമുക്ക് റെയിൽവേ എക്സാമിൽ, ഇതൊക്കെ നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ കാണുകയും ബാക്കി കൊടുത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും മോക്ക് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതിയാവും. പക്ഷേ ഒരു ബേസിക് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് എന്തായാലും കണ്ടിട്ടുണ്ടാവണം, ഒരു ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സസ് ഓൾറെഡി റണ്ണിങ് ആണ്. ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ലൈവായിട്ട് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യാം, ക്ലാസ്സസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും നമുക്ക് ഒരു ടോപ്പിക്കോ രണ്ട് ടോപ്പിക്കോ നമുക്ക് നല്ലപോലെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ബാക്കി ചില ടോപ്പിക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരും. എന്തായാലും നിങ്ങൾ ബേസിക് ക്ലാസ് കംപ്ലീറ്റ് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അത് ഒന്ന് എന്ത് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയില്ല ഓൾറെഡി നിങ്ങൾക്ക് ഓഫ്ലൈൻ വന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അത് നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സും കൊണ്ട് നിങ്ങൾക്ക് അവിടെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇനിയുള്ള സമയത്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എക്സാം സ്റ്റാർട്ടിങ് വിളിച്ച ALP എക്സാമിൻ്റെ പോലും നമുക്കിപ്പോൾ തന്നെ എക്സാംസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ടൈം എടുക്കുമെങ്കിലും, പക്ഷേ പെട്ടെന്ന് ഈ റെയിൽവേ എക്സാംസ് എല്ലാം ഒരു ഫ്ലോയിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു എന്താ പറയുക, ഫസ്റ്റ് എക്സാം സെക്കൻഡ് എക്സാം എന്ന് പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ സമയത്തൊന്നും ചാടി കയറി ഒന്നും പഠിച്ച് നമുക്ക് തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങാം, ഒരുപാട് ലേറ്റ് ആക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ റെയിൽവേ എക്സാമുകളിൽ SSC എക്സാമുകൾക്ക് സാധാരണ കാണുന്ന ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഷിഫ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 ദിവസത്തെ സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ശേഷമുള്ളത് നമ്മൾ കുറച്ച് എന്താ പറയുക, എക്സാമുകളിൽ ചോദിച്ച ഒരേ കോമൺ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യായിരിക്കും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടോപ്പിക്കുകൾ, കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് എക്സാമിന് ചോദിച്ചൊരു ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ പൊതുവെ SSC എക്സാമിൽ ഇപ്പോൾ ചോദിക്കുന്ന കുറവാണെങ്കിലും ഈ ഒരു എക്സാമിന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എല്ലാവർക്കും ഡയറക്ഷൻ എളുപ്പമായിരിക്കും, വലിയ പാടൊന്നും വരില്ല. ഇതിപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കൺസെപ്റ്റ് ആണ്. നമുക്കറിയാം ഗിരിധർ വാസ് അറ്റ് എ ടെമ്പിൾ ആൻഡ് വാസ് ഫേസിംഗ് വെസ്റ്റ്. ഹി ടേൺസ് 45 degree in the clockwise direction to collect a token. Then another 180 degree in clockwise direction. He then turned 45 degree in anti-clockwise direction. Which direction is he facing now? Okay, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ യൂട്യൂബ് കാണുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, എന്നിട്ട് സ്വയം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ നോക്കുക. ഇതിപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ടോപ്പിക്കാണ്, നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ ആദ്യം ക്ലോക്ക് വൈസിലുള്ള ടോട്ടൽ എടുക്കും. ക്ലോക്ക് വൈസിൽ ആദ്യം 45 ഡിഗ്രി തിരിയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രി തിരിയുന്നുണ്ട്. അപ്പോൾ മൊത്തം 225 ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട്,
ക്ലോക്ക് വൈസ് തിരിയുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 45 ഡിഗ്രി തിരിയുന്നുണ്ട്, 45 ഡിഗ്രി മാത്രമാണ് തിരിയുന്നത്. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസിന് ടോട്ടൽ എടുക്കുന്നു, ആൻറ്റി ക്ലോക്ക് വൈസിന് ടോട്ടൽ എടുക്കുന്നു. എൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് എന്താ പറയുക, 180 ഡിഗ്രി എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി 180 ഡിഗ്രി ഏത് ഡയറക്ഷനിലേക്കാണ്, പിന്നെ 180 ഡിഗ്രി ആയതുകൊണ്ട് രണ്ട് ഡയറക്ഷനിലേക്ക് ഇറക്കിയാലും ഒരേ ആൻസറേ കിട്ടത്തുള്ളൂ. എങ്കിലും നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സ്റ്റെപ്പ് വൈസ് തന്നെ പോവാം. നമുക്ക് ടോട്ടലിൽ വലിയ വാല്യൂ വരുന്നത് 225 ആണ്, അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഇറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. ഇനി 180 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കറിയാം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോയി നിൽക്കുക അല്ലേ. അപ്പോൾ ആദ്യം അയാൾ വെസ്റ്റ് ബേസിങ് ആയിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അയാൾ ഇപ്പോൾ എന്തായിരിക്കും, ഈസ്റ്റ് ബേസിങ് ആയിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈസ്റ്റ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു പോകുന്ന ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കൺസെപ്റ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്തത് ഒരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റൻ. അപ്പോൾ ഡയറക്ഷനും ബ്ലഡ് റിലേഷനൊക്കെ നമ്മൾ ബേസിക് ടോപ്പിക്കായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളാണ് അല്ലേ. അപ്പോൾ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു മാർക്കിന്, സാധാരണ ഇപ്പോൾ ഡയറക്ഷനായാലും ബ്ലഡ് റിലേഷനായാലും ഒരു മാർക്കിനാണ് ചോദിക്കാറ്. പക്ഷേ ഇപ്പോൾ ഉള്ള എക്സാമുകൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള SSC എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ, റെയിൽവേ എക്സാമിൽ 2019 ബേസിലാണ് നമ്മൾ പറയുന്നതെങ്കിലും SSC എക്സാമിൽ 2-3 കൊല്ലമായിട്ട് നടന്നു കഴിഞ്ഞു അതിന് ശേഷം. അപ്പോൾ ആ എക്സാമിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇത് 2 മാർക്കിനും ചില സമയത്ത് 3 മാർക്കിനൊക്കെ ഒരു ഷിഫ്റ്റിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമിൽ നമ്മൾ നോക്കുമ്പോൾ 1 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും 1 മാർക്കിന് മിനിമം ചോദിക്കാൻ ചാൻസ് കൂടിയ അല്ലെങ്കിൽ ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ബ്ലഡ് റിലേഷൻ നല്ലപോലെ പഠിച്ചു വെക്കുക. ഡയറക്ഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ബ്ലഡ് റിലേഷന് കൊടുക്കുന്നുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം. GM, PV, Z and D are 6 members. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ GM, PV, Z and D are 6 members of a family. Z is son of V. നമ്മൾ ചെയ്യുന്നത് റിലേഷൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ Z is son of V ആണ് ഫസ്റ്റ് ഡേറ്റ. അപ്പോൾ Z is son of V. എങ്ങനെയാണ് നമ്മൾ ഡേറ്റാസ് അപ്രോച്ച് ചെയ്യുന്ന വരയ്ക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും വിശ്വസിക്കുകയാണ്. അപ്പോൾ Z is the son of V. അടുത്ത M is brother of V. ഓക്കെ, M is brother of V. D and V are married couples. ഓക്കെ, D and V are married couples. അത് കഴിഞ്ഞിട്ട് P is daughter of D. ഓക്കെ, P is daughter of D. അപ്പം P is ഇവർ രണ്ടുപേരും സിബ്ലിങ്സ് ആയിരിക്കും. P is daughter of D. D is sister of G. ഓക്കെ, D is sister of G. ഓക്കെ, അപ്പോൾ D സിസ്റ്റർ ആകുമ്പോൾ D ഒരു ഫീമെയിൽ ആകുമ്പോൾ V എന്തായിരിക്കും, മെയിൽ ആയിരിക്കും. കാരണം Dയും Bയും കപ്പിൾസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ് ആണ് നമുക്ക് തന്നിട്ട് ക്വസ്റ്റ്യൻ. ഹൗ ഇസ് Z റിലേറ്റഡ് ടു P എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഹൗ ഇസ് Z റിലേറ്റഡ് ടു P? പിയുടെ സൈഡ് നോക്കുമ്പോൾ Z ആരാണ്? പിയുടെ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ Z എന്ന് പറഞ്ഞാൽ പിയുടെ ബ്രദർ ആണ് അല്ലേ. നമ്മുടെ ആൻസർ എന്തായിരിക്കും, ബ്രദർ ആയിരിക്കും. ഓക്കെ, റിലേഷൻസ് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആ ഫാമിലി ഒന്ന് വരച്ചെടുത്താൽ നിങ്ങൾക്ക് എന്താ അതിനകത്ത് നിന്ന് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ഒരു ഇൻഇക്വാളിറ്റിയുടെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഈ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമുക്ക് ബാങ്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ബാങ്ക് എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. SSC എക്സാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻഇക്വാളിറ്റി പഠിക്കാറില്ല. ഓക്കെ, ഇപ്പോൾ റെയിൽവേ എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇൻഇക്വാളിറ്റി ക്വസ്റ്റൻസും ചോദിച്ച് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് SSCയുടെ ക്വസ്റ്റൻസും ബാങ്കിന്റെ ക്വസ്റ്റൻസ് ക്ലബ് ചെയ്യിപ്പിച്ചാണ്, അല്ലെങ്കിൽ ആ ടോപ്പിക്കൽ ക്ലബ് ചെയ്യിപ്പിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെയിൽവേ എക്സാമിന് ചോദിക്കുന്നത്. നമുക്ക് SSC പാറ്റേൺ ആണ് നോർമലി നമുക്ക് റെയിൽവേ എക്സാം എന്ന് പറയാമെങ്കിലും ഇതുപോലത്തെ ചില ടോപ്പിക്കൽ കയറി വരാറുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഓർഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ ക്വസ്റ്റൻ അത് കിടപ്പുണ്ട്. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഏത് കൺക്ലൂഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം. Tയും Wയും നമ്മുടെ റിലേഷനാണ്. അപ്പോൾ Tയും Wയും തമ്മിൽ നോക്കുന്ന സമയത്ത് എന്ത് റിലേഷൻ വരും? അപ്പോൾ T to W ആണ്, ലെഫ്റ്റ് സൈഡ് കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലേക്ക് കമ്പയർ ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സൈനുകൾ ചേഞ്ച് ചെയ്യും അല്ലേ. ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അതാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നു. അടുത്ത C ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു X. അപ്പോൾ Cയും X തമ്മിലൊരു കമ്പാരിസൺ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് M അല്ല കേട്ടോ, X ആണ്. ഓക്കെ, Cയും X തമ്മിലൊരു കമ്പാരിസൺ ആണ് പറയുന്നത്. അപ്പോൾ Cയും X തമ്മിലൊരു കമ്പാരിസൺ നോക്കുന്ന സമയത്ത് അതിനിടയിലുള്ള സൈനുകൾ നമ്മൾ Cയിൽ നിന്ന് Xലേക്ക് റൈറ്റിലേക്കാണ് കമ്പാരിസൺ വരുന്നത്. അപ്പം അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നുണ്ട്, ലെസ് ദാൻ ഈക്വൽ. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈനുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും, ഓൺലി കൺക്ലൂഷൻ 1 ട്രൂ അല്ലെങ്കിൽ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ആൻസറിലേക്ക് വരിക. ഓക്കെ, ഇവിടെ M അല്ല X ആണ്. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് ആണ്, ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. ഓക്കെ,
അപ്പോൾ അതാണ് ഇനീക്വാളിറ്റി എന്ന ടോപ്പിക്. ഇനി വരുന്ന ടോപ്പിക്, അപ്പം ഞാൻ ഒരു ടോപ്പിക് കൂടിയാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് കുറച്ചധികം സമയം നമുക്ക് വേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ള ടോപ്പിക്ക്. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റിനും ചോദിക്കുന്നുണ്ട്, പസിലിന്റെ ക്വസ്റ്റിനും ചോദിക്കുന്നുണ്ട്. ഒരു ഷിഫ്റ്റിൽ തന്നെ 4 ക്വസ്റ്റിനൊക്കെ, മെയിനായിട്ടും ടയർ 2ന്റെ ക്വസ്റ്റൻ ആണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ടയർ 2ന്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതിൽ 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ വരെ എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ റെയിൽവേ എക്സാമുകൾക്ക്. ഓക്കെ, ഇപ്പോൾ JEE എക്സാം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താണ് ടയർ 1 എക്സാമുകളിൽ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിൽസും നമുക്ക് ബാങ്ക് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം, ഒരു ബാങ്ക് എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 35 മാർക്കിൻ്റെ ഒരു റീസണിങ്ങിൻ്റെ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും 25 മാർക്കോളം 20 to 25 മാർക്കോളം സീറ്റിംഗ് പസിലുമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഈ സീറ്റിംഗ് ബസ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബസ്സിന്റെ ക്വസ്റ്റിനും പലരും സ്റ്റക്കായി നിൽക്കാറുണ്ട്. ഓക്കെ, ചെയ്ത് വന്നിട്ട് പലപ്പോഴും പകുതി വെച്ച് നിന്ന് ഒരുപാട് സമയം എടുക്കാനുള്ള ചാൻസ് കൂടിയ ഒരു ടോപ്പിക്കാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബസ്സിനും. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ചെയ്ത് പഠിക്കാം. പറ്റുവാണെങ്കിൽ ഇത് നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കാം. ഒരു ബാങ്ക് ലെവൽ പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേ എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത്രയും ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ലെങ്കിൽ കൂടിയും നമുക്ക് റെയിൽവേ എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ടൈം ഒരുപാട് നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും നിങ്ങൾക്ക് എക്സാമിന്. അപ്പോൾ അവിടെ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലിനും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ സമയത്ത് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ, അപ്പം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ലീനിയർ ഉണ്ട്, സർക്കുലർ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അതുപോലെ പസിലിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ചെയ്തു പോകണം. അതിന് പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക ഒരു മെത്തേഡായിട്ട് ഇല്ലെങ്കിൽ കൂടിയും നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഡേറ്റ വായിച്ച് പോകുമ്പോൾ തന്നെ നമ്മൾ അറേഞ്ച്മെന്റിലേക്ക് കൊണ്ടുവരിക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസും അതിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ നോക്കാം. 8 പീപ്പിൾസ് EH MPS TY ആൻഡ് Z. ഓക്കെ, 2 4 6 8 പേര് 8 പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറ്റിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഓൾ ഓഫ് ദം ആർ ഫേസിംഗ് നോർത്ത് എന്ന് പറയുന്നുണ്ട്. നോർത്ത് ഫേസിംഗ്, സൗത്ത് ഫേസിംഗ് ഒക്കെ കൺസെപ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 8 പേർക്കുള്ള പൊസിഷൻ ഞാൻ ആദ്യമേ കൊടുക്കുകയാണ്. ഓക്കെ, 8 പേര് നോർത്ത് ഫേസിംഗ് ആണ്. ഓക്കെ, മുകളിലേക്ക് വേസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആണ് ഇമ്പോർട്ടൻസ്. സൗത്ത് ഫേസിംഗും നോർത്ത് ഫേസിംഗ് മാറുമ്പോൾ വ്യത്യാസം ലെഫ്റ്റ് റൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. നോർത്ത് ഫേസിംഗിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നോർമൽ റൈറ്റ് ലെഫ്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് E sits fourth from the one of the extreme end of the line എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ E എന്ന് പറയുന്നത് one of the extreme എൻഡിൽ നിന്നും 4th പൊസിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്തു നിന്നാണെന്ന് അറിയില്ല അല്ലേ. H sits third to the right of E എന്ന് അടുത്തൊരു കണക്ഷൻ ഡേറ്റയും വരുന്നുണ്ട്. അപ്പം 2 പോസിബിലിറ്റി ഇവിടെ ചാൻസ് ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ 2 പോസിബിലിറ്റിയും ഒരേ സമയത്ത് അങ്ങ് വരച്ചു പോകണേ. ഓക്കെ, അപ്പം E എന്ന് പറയുന്ന ആള് 4th ഫ്രം ദ എക്സ്ട്രീം എന്നാണ് പറയുന്നത്. അപ്പം 1 2 3 4. ഓക്കെ, അപ്പം E എന്താണ് ദാ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 1 2 3 4 ഇവിടെയും വരാം. 2 പോസിബിലിറ്റി ആണ് ഈക്ക് വരുന്നത്. ഞാൻ 2 പോസിബിലിറ്റിയും വരച്ചു. അടുത്ത H sits third to the right of E എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ റൈറ്റ് ഇങ്ങോട്ടാണ് 1 2 3 H ഇവിടെ വരും. അതുപോലെ ഈ കേസ് ആണെങ്കിൽ റൈറ്റ് അങ്ങോട്ടാണ് 1 2 3 H ഇവിടെ വരും. ഓക്കെ, അടുത്ത ഡേറ്റ എന്താ പറയുന്നത്, ആസ് മെനി പീപ്പിൾ സിറ്റ് ടു ദ റൈറ്റ് ഓഫ് H ആസ് ടു ദ ലെഫ്റ്റ് ഓഫ് M എന്ന് പറയുന്നത്. Hന്റെ റൈറ്റിലേക്ക് എത്ര പേരുണ്ടോ Mന്റെ ലെഫ്റ്റിലേക്ക് അതേ നമ്പർ ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ Hന്റെ റൈറ്റിലേക്ക് ഒരാളേ ഉള്ളൂ. അപ്പോൾ Mന്റെ ലെഫ്റ്റിലേക്കും ഒരാളെ വരത്തുള്ളൂ. അത് M ഇവിടെ ആയിരിക്കും ഇരിക്കാം. ഇവിടെ Hന്റെ റൈറ്റിലേക്ക് ആരുമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും Mന്റെ ലെഫ്റ്റിലേക്ക് ആരും വരില്ല എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക അവിടെ അറേഞ്ച്മെന്റ് വരിക. ഓക്കെ, ഈ പോസിബിലിറ്റി 2 വരച്ചു പോകുന്നതിന് കാരണം നമ്മൾ ഒരെണ്ണം എടുത്ത് വെച്ച് വരച്ച് പകുതി ആകുമ്പോൾ ഇതല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ രണ്ടാം ഒന്നുകൂടെ വരയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ടൈം ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഒരേ സമയത്ത് 2 പോസിബിലിറ്റിയും വരച്ചു പോകുന്നത് കേട്ടോ. അടുത്ത പറയുന്നത് ഓൺലി 1 person സിറ്റ് ബിറ്റ്വീൻ M ആൻഡ് P. എമ്മിനും പീനിടയിൽ ഒരാളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ വരുന്ന സമയത്ത് ലെഫ്റ്റിലേക്കും ആകാം റൈറ്റിലേക്കും ആകാം. എമ്മിനും പീനിടയിൽ ഒരാളെന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്ക് വരാം. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് റൈറ്റിലേക്ക് പറ്റില്ല, അവിടെ ഈ ഇരിക്കുകയാണ്. ലെഫ്റ്റിലേക്കും പറ്റില്ല, അപ്പോൾ ഇവിടെ പറ്റില്ല. പക്ഷേ അതേസമയം നമുക്ക് ഈ കേസിൽ നമുക്ക് എന്താണ് പീനെ എഴുതാൻ സാധിക്കും. ഒരാൾ ഗ്യാപ്പിൽ പീനെ എഴുതാൻ സാധിക്കുന്നുണ്ട്. അടുത്ത S sits to the immediate right of Z എന്ന് പറയുന്നുണ്ട്. Zന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് നമുക്ക് 4 പ്ലേസ് ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ Zന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലായിട്ട് S വരണമെങ്കിൽ Zും Sഉം ഇവിടെ വരത്തുള്ളൂ അല്ലേ. S sits to the immediate right of Z എന്നാണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് ഓൺലി 1 person sit between Z ആൻഡ് T എന്ന് പറയുന്നത്. Zനും Tനും ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ T നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. റിമൈനിങ് ഉള്ള ആളെ പിടിച്ച് നമുക്ക് ഇവിടെ ഇരുത്താം. അപ്പോൾ EI HI MI PI SI TI
വൈ ആണ് ബാക്കിയുള്ള ആൾ അള പിടിച്ചത്. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ അറേഞ്ച്മെന്റ്. ഞാൻ പറഞ്ഞു ബാങ്ക് എക്സാമിന് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിലിംസിന് ചോദിക്കും. ഇതുപോലെ ഈ ലെവലിലെ ക്വസ്റ്റ്യൻസിന് അങ്ങനെ പ്രിലിംസ് ചോദിക്കാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇത് അവിടെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മിനിമം 3 മാർക്കിന് ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യനെ കാണത്തുള്ളൂ. അതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത റെയിൽവേ എക്സാമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ SSC റെയിൽവേ എക്സാമുകൾ വരുമ്പോൾ കാര്യം. ഇവിടെ ഹൗ മെനി പീപ്പിൾ സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് വൈ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വൈയുടെ ലെഫ്റ്റിലേക്ക് എത്ര പേരുണ്ട്? അപ്പോൾ വൈ ഇവിടെ ഇരിക്കുകയാണ്, വൈയുടെ ലെഫ്റ്റിലേക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ 1 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം ലെവലാണ്, ഒരുപാട് എളുപ്പമുള്ള ലെവലൊന്നും അല്ല, കുറച്ച് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അതൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് സ്വയം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. 8 people M, N, P, S, T, V, X and Y are sitting in a straight line and all of them are facing north പറയുന്നുണ്ട്. അപ്പോൾ 8 പേര് ഫേസിങ് നോർത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫേസിങ് നോർത്ത് വരുന്ന സമയത്ത് നിങ്ങൾ വരയ്ക്കണമെന്നില്ല, നമ്മളിപ്പം മുകളിലോട്ട് ആരോ ഇടണമെന്നില്ല, അല്ലാണ്ട് നമുക്ക് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ഓൺലി 3 people sit between M and N എന്നാണ് ഫസ്റ്റ് ഡേറ്റ. അതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ട്. N സിറ്റ് സെക്കൻഡ് ഫ്രം വൺ ഓഫ് ദി എക്സ്ട്രീം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, N ഒരു എക്സ്ട്രീമെന്റിൽ നിന്നും എന്താണ് സെക്കൻഡ് പൊസിഷനിലാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ 2 പോസിബിലിറ്റി ഒരേ സമയത്ത് വരച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, N വൺ ഓഫ് ദി എൻഡിൽ നിന്നും സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ ഞാൻ ആദ്യത്തെ കേസിൽ ഇവിടെ എഴുതുവാണ്, രണ്ടാമത്തെ കേസിൽ ഇവിടെ എഴുതുവാണ്. N വൺ ഓഫ് ദി എൻഡിൽ നിന്നും സെക്കൻഡ് പൊസിഷനിലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഓൺലി 3 people സിറ്റ് ബിറ്റ്വീൻ M ആൻഡ് N എന്ന് പറയുന്നുണ്ട്. എമ്മിന് N ഇടയിൽ 3 പേര്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും 1, 2, 3 M ഇവിടെ ആയിരിക്കും വരിക. ഈ കേസിൽ 1, 2, 3 M ഇവിടെ ആയിരിക്കും വരിക. രണ്ടിലും പോസിബിലിറ്റിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് പോവാം. അടുത്ത പറയുന്നത് P സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് M എന്ന് പറയുന്നത്. P എമ്മിന്റെ സെക്കൻഡ് റൈറ്റിലാണ്. അപ്പോൾ ഈ കേസിൽ P ഇവിടെ വരും, ഈ കേസിലാണെങ്കിൽ P ഇവിടെ വരും. P സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് M. ആസ് മെനി പീപ്പിൾ സിറ്റ് ടു ദ റൈറ്റ് ഓഫ് P ആസ് ടു ദ ലെഫ്റ്റ് ഓഫ് S. ഏകദേശം സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഓക്കെ, ഇവിടെ ഈ കേസിൽ ഇവിടെ വരും. ഇവിടെ 3 പേര് അങ്ങോട്ടെങ്കിൽ ഇവിടെ നിന്ന് 3 പേര് വരുമ്പോഴത്തേക്കും S ഇവിടെ ആയിരിക്കും വരിക. P ലെഫ്റ്റ് ഓഫ് S. എക്സാക്ട്ലി 3 people സിറ്റ് ബിറ്റ്വീൻ T ആൻഡ് S എന്ന് പറയുന്നത്. ടീനും എസിനും ഇടയിൽ 3 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1, 2, 3 T ഇവിടെ വരും. ഈ കേസിൽ 1, 2, 3 ഇങ്ങോട്ട് പറ്റില്ല. 1, 2, 3 T ഇവിടെ വരും. ഓക്കെ, T ഡസ് നോട്ട് സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ് ഓഫ് ദി ലൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോസിബിലിറ്റി അങ്ങ് ക്യാൻസൽ ചെയ്യാം. കാരണം T ഒരു എക്സ്ട്രീം എൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്, എക്സ്ട്രീം എൻഡിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പോസിബിലിറ്റി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. Y സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് X എന്ന് പറയുന്നത്. Xന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ Y വരണമെങ്കിൽ Xും Y എന്ത് ചെയ്യണം? ഇവിടെ വരണം. Y സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് X. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരിക. പിന്നെ റിമൈനിങ് ഉള്ള ആളെ പിടിച്ചിങ്ങനത്തെ പറ്റി നമുക്ക് എന്തായി? അറേഞ്ച്മെന്റ് ആയി. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇത് നോക്കിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ പറയാം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് V എന്നാണ് ക്വസ്റ്റിൽ ചോദിക്കുന്നത് അല്ലേ? വിയുടെ തേർഡ് ലെഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് V ഇതാണ് വിയുടെ പൊസിഷൻ. വിയുടെ തേർഡ് ലെഫ്റ്റ് അപ്പോൾ 1, 2, 3 ആര് വരും? Y വരും. നമ്മുടെ ആൻസർ Y ആയിരിക്കും. ഓക്കെ, ഡേറ്റ കൃത്യമായിട്ട് വായിക്കാം. വായിച്ച് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? അറേഞ്ച്മെന്റ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ പോസിബിലിറ്റി ഒക്കെ വരുവാണെങ്കിൽ ഉണ്ടോ, ഇത് ഒരേ സമയത്ത് വരച്ച് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഏതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഒരിടത്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതല്ലാന്ന് മനസ്സിലാക്കി നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് എടുത്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഇതാണ് വരച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇത് വരച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ വരച്ച് തെറ്റാണ്. അപ്പോൾ ഞാൻ പോയി രണ്ടാമത് വരയ്ക്കേണ്ടി വരില്ലേ? അപ്പോൾ അത്രയും സമയം വേസ്റ്റ് ആവില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എപ്പോഴും സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിലിന്റെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരേ ടൈമിൽ അങ്ങ് വരച്ചങ്ങ് പോവാം. മാക്സിമം ആ ഒരു വായിച്ച് പോകുമ്പോൾ തന്നെ വരച്ചു. ചിലത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് ആയിരിക്കും പോവുക, ചിലത് ഇതുപോലെ പോസിബിലിറ്റി ഒക്കെ വന്ന് നമ്മൾ എന്ത് ചെയ്യും? ആൻസറിലേക്ക് പോകും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6 people A, B, C, D and F are sitting around a circular table. ഓക്കെ, സർക്കുലർ ടേബിൾ ആണ്. ഓക്കെ, അപ്പോൾ 6 പേര് ഒരു സർക്കിളിൽ ചുറ്റും. അപ്പോൾ ഞാൻ പറയാറുള്ളതാണ് 6 പേരുടെ കേസ് വരെ ഈവൻ നമ്പർ ഓഫ് ആൾക്കാർ വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ 2 പേര് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അങ്ങനത്തെ ഡേറ്റാസ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ B സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് E എന്ന് പറയുന്നുണ്ട്. B സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് E വെച്ചാൽ ഞാൻ E ഇവിടെ എഴുതുവാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഫേസിംഗ് ദ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെന്റർ ഫേസിംഗ് ഉണ്ട്, ഫേസിംഗ് ഔട്ട് സൈഡ് പറയാറുണ്ട്. ഇതിപ്പോൾ സെന്റർ ഫേസിംഗ് അകത്തേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് റൈറ്റ് ലെഫ്റ്റും കാണാൻ പഠിക്കാറുണ്ട്. നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇവിടെ ഇരിക്കുകയാണ്, B
ബി സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇ, ഇയുടെ സെക്കൻഡ് റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഈ അകത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ റൈറ്റ് തന്നെ എങ്ങോട്ടായിരിക്കും? ഈ സൈഡിലേക്കായിരിക്കും. നിങ്ങൾ അകത്തേക്ക് നോക്കിയിരുന്നാൽ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും. 1 2, ബി എവിടെ വരും? ദാ ഇവിടെ വരും. കണ്ടോ? അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത സി സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നുണ്ട്. ഇയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്, നമുക്കറിയാം ഈ അകത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ലെഫ്റ്റ് ഇവിടെയാണ്. ഇമ്മീഡിയറ്റ് ആപ്പ് എവിടെ വരും? ദാ ഇവിടെ വരും. സി ഇവിടെ ആയിരിക്കും വരിക. സി ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ. അടുത്ത എന്താ പറയുന്നത്? എഫ് സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഡി. ഓക്കെ, എഫ് സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഡി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിയുടെ സെക്കൻഡ് റൈറ്റിൽ എഫ് പറഞ്ഞു. നമുക്ക് 3 പൊസിഷനെ ബാക്കിയുള്ളൂ. ഇതിൽ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡീനെ എവിടെ വെച്ചാൽ എഫിനെ വെക്കാൻ പറ്റും എന്ന് നോക്കാം. അപ്പം എഫ് എന്ന് പറയുന്നത് ഡിയുടെ സെക്കൻഡ് റൈറ്റ് പറഞ്ഞു. ജസ്റ്റ് നോക്കാം. ഞാനിപ്പോൾ ഡീനെ ഇവിടെ വെക്കുകയാണെന്ന് വിചാരിക്കാം. ഡീനെ ഇവിടെ വെച്ചാൽ റൈറ്റ് ഇങ്ങോട്ടാണ്. 1 2, സെക്കൻഡ് റൈറ്റിൽ സി ഇരിക്കുകയാണ്. എഫിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡി ഇവിടെ വെക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 1 2, സെക്കൻഡ് പ്ലേസിൽ ഇ ഇരിക്കുകയാണ് സെക്കൻഡ് റൈറ്റിൽ. അപ്പോൾ ഞാൻ ഡി ഇവിടെ വെക്കുകയാണെങ്കിൽ 1 2 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എഫിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കേട്ടോ? ഇനി റിമൈനിങ് ഉള്ള ആളെ പിടിച്ചെടുത്തപ്പോൾ എനിക്ക് ആൻസർ ആവും. റിമൈനിങ് ഉള്ള ആൾ എ ആണ്. കഴിഞ്ഞു. കണ്ടോ? 6 പേരെ സർക്കുലറിന് ചുറ്റും അറേഞ്ച് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ ഹൂ സിറ്റ്സ് തേർഡ് ദ റൈറ്റ് ഓഫ് എ എന്നാണ്. എയുടെ തേർഡ് റൈറ്റിൽ ആരെന്ന് വെച്ചാൽ എ ഇവിടെ ഇരിക്കുകയാണ്. റൈറ്റ് ഇങ്ങോട്ടാണ്. 1 2 3. ആരാ വരിക? ഡി ആയിരിക്കും വരിക. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ദാ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കണ്ടോ? അപ്പോൾ ലീനിയർ പോലെ തന്നെയാണ് സർക്കുലറും. ഇവിടെ ഇപ്പം വേറെ പോസിബിലിറ്റി പോലും വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റി. ചിലപ്പോൾ പോസിബിലിറ്റിയൊക്കെ വരച്ച് ചിലപ്പോൾ ആൻസറിലേക്ക് പോകും. അപ്പോൾ മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അറ്റ് എ ടൈം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇത് കളക്ട് ചെയ്ത് അതിനകത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 8 colleagues K, L, M, N, O, P, Q, R and R are seated in a circle facing the center. Okay, 8 പേരാണ് ഫേസിങ് സെന്റർ ആണ്. അപ്പോൾ ഞാൻ എന്താ 8 പേർക്കുള്ള പൊസിഷൻ വരയ്ക്കുകയാണ്. ഫേസിങ് സെന്റർ ആണ്. അപ്പോൾ ഫേസ് സെന്റർ അപ്പോൾ അകത്തേക്ക് നോക്കിയിരിക്കുന്നുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ആയിട്ട് എൻ ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബോത്ത് എൽ ആൻഡ് ക്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എൻ എന്ന് പറയുന്നത് എല്ലിൻ്റെയും ക്യൂവിൻ്റെയും ഇമ്മീഡിയറ്റ് നൈബർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇങ്ങനെ വരാം. എൽ എൻ ക്യൂ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ക്യൂ എൻ എൽ ഇങ്ങനെ വരാം. 2 ചാൻസും ഉണ്ട്. ഓക്കെ, നോക്കാം. അടുത്ത പി ഈസ് an immediate neighbor of both K and R. Okay, P is an immediate neighbor of both K and R. അപ്പോൾ ഇതേപോലത്തെ കണ്ടീഷൻ ആണ്. കെക്ക് ആറിന് ഇടയിലാണ് ആര് വരുന്നത്? പി വരുന്നത് അല്ലെ. പി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബോത്ത് കെ ആൻഡ് ആർ. അപ്പം ഇങ്ങനെയാകാം, 2 പോസിബിലിറ്റി ഉണ്ട്. ഞാൻ നോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് രണ്ടാമത് വായിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം, അതാണ്. അടുത്തെന്താ പറയുന്നത്? O ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് കെ എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഡേറ്റ നമ്മുടെ ഉള്ളൂ. അപ്പോൾ O ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് കെ എന്ന് പറയുമ്പോൾ ഞാൻ കെനെ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ സെക്കൻഡ് റൈറ്റിൽ 1 2 ഇവിടെ ആയിരിക്കും ആര് വരിക? O വരിക. അപ്പോൾ നമുക്കറിയാം കെയും പിയും ആറും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ കെയിൽ നിന്ന് തുടങ്ങി പിയും ആറും വരണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. കാരണം അവർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പി എഴുതി കഴിഞ്ഞാൽ ആർ എഴുതാൻ പറ്റില്ല. അതേസമയം കെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് പി എഴുതി ഇവിടെ ആർ എഴുതാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഈ ഒരു ഡേറ്റയ്ക്കകത്ത് ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അറേഞ്ച്മെന്റിലേക്ക് വന്നത്. ഇത് വന്നില്ല. പോസിബിലിറ്റിയിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 പൊസിഷൻ ബാക്കിയുണ്ട്. അതിൽ ഈ 3 പേരും എങ്ങനെ വരണം? അടുത്തടുത്ത് വരണം. അതായത് എന്നെ എഴുതിയിട്ട് എൻ്റെ 2 സൈഡിൽ ക്യൂ എൽ വരണം. അങ്ങനെ ഇരുത്താൻ പറ്റുന്നത് ഈ ഒരു പ്ലേസിൽ മാത്രമാണ്, വേറെ എടുത്ത് ഇരുത്താൻ പറ്റില്ലല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലും ക്യൂവും എന്നിൻ്റെ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ പാടില്ലതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതുക. വേറെ ഡേറ്റയൊന്നും ഇല്ല, അതുകൊണ്ടാണ് ദാ എൽ ഓർ ക്യൂ എന്നിങ്ങനെ എഴുതുക. കണ്ടോ? അതായത് എൻ ഇവിടെ ഉണ്ടെങ്കിൽ 2 സൈഡിലെ എല്ലും ക്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ പൊസിഷൻ നമുക്ക് അറിയില്ല, ഓർഡർ അറിയില്ല. ജസ്റ്റ് എല്ലും ക്യൂവും ഈ 2 പൊസിഷനിലേ വരത്തുള്ളൂ, വേറെ അടുത്തും വരില്ല. അപ്പോൾ റിമൈനിങ് ഉള്ള ആളെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇടാൻ സാധിക്കും. റിമൈനിങ് ഉള്ള ആളെന്ന് പറയുന്നത് എൽ അല്ല, എം ആണ് അല്ലേ? എം ഇവിടെ വരും. ഇനി ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഡെഫിനറ്റ്ലി ട്രൂ അബൌട്ട് എംസ് പൊസിഷൻ. എമ്മിന്റെ പൊസിഷനായിട്ട് നോക്കുമ്പോൾ ട്രൂ ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ദ ലെഫ്റ്റ് ഓഫ് എൽ, എല്ലിന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി എൽ ഇവിടെ ഫിക്സ് ചെയ്ത് പറയാൻ സാധിക്കത്തില്ല. എൽ ഇവിടെയാണോ എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പൊ എൽ ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സെക്കൻഡ് ലെഫ്റ്റിലായിട്ട് എം ഉണ്ടെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പറയാൻ സാധിക്കില്ല. അപ്പൊ ആദ്യത്തതല്ല. രണ്ടാമത് എക്സാക്ട്ലി ബിറ്റ്വീൻ കെ ആൻഡ് ഒ, കെക്കും ഒയ്ക്കും എക്സാക്ട് നടുക്കാണ് എം ഇരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. രണ്ടാമത്തത് അപ്പോൾ കറക്റ്റ് ആണ്, ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് ശരിയായല്ലോ, അപ്പോൾ അത് തന്നെ ആയിരിക്കും, വേറെ ഓപ്ഷൻ ഒന്നും വരുന്നില്ല.
നമ്മുടെ ആൻസർ എന്തായിരിക്കും 2 ആയിരിക്കും. അപ്പോൾ അറേഞ്ച്മെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടോ, നമ്മൾ ഡേറ്റ വായിച്ച് തരുമ്പോൾ തന്നെ അറേഞ്ച്മെന്റ് ആയി കഴിഞ്ഞു. ബാക്കി നമ്മൾ ഇവിടെ നോക്കിയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ ഡേറ്റ വായിച്ചിട്ടൊന്നുമില്ല. ഡേറ്റ ഒരു പ്രാവശ്യം മാത്രം മാക്സിമം വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 persons PQ, RS, TUV and W are sitting around a square table for dinner in such a way that 4 persons are sitting at the 4 corners and 4 persons are sitting at the mid positions of the 4 sides. Okay, അപ്പോൾ ഇതിനകത്ത് സ്ക്വയറിന്റെ കേസ് വരുമ്പോൾ സർക്കിൾ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ ആക്ച്വലി 4 പേര് കോർണറിലും 4 പേര് മിഡിലും. ഇങ്ങനത്തെ കണ്ടീഷനാണ് എപ്പോഴും നമുക്ക് സ്ക്വയറിന്റെ കേസിൽ വരിക. ഓക്കെ, ഇനി ഓൾ ഓഫ് ദം ആർ ഫേസിംഗ് ദ സെന്റർ ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സെന്റർ ഫേസിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെന്റർ ഫേസിംഗ് തന്നെയാണ് അവർ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ യെസ് സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് യു എന്ന് പറയുന്നുണ്ട്, അതുപോലെ യു സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സെന്റർ ഇരുത്തി തുടങ്ങണോ അതോ എന്താണ് കോർണർ എഴുതി തുടങ്ങണമെന്നൊരു ഡൗട്ട് എപ്പോഴും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതി തുടങ്ങാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഒരു ഡേറ്റയ്ക്കകത്ത് ഇന്ന ആൾ കോർണറിലാണ് എന്ന് പറയുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് യു എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ യുവിനെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ യുവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആര് വരും, എസ് വരും. കാരണം എല്ലാവരും ഇൻസൈഡ് ഫേസിംഗ് ആണ്. യുവിനെ അവിടെ ഇരുത്തിയപ്പോൾ എസ് ഇവിടെ വന്നു. അടുത്ത എന്താ പറയുന്നത്, യു സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. യു എന്ന് പറയുന്നത് ടിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ടീന് ഇവിടെ എഴുതുന്നു. അപ്പോഴാണ് ടീൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിട്ട് ആര് വരത്തുള്ളൂ, യു വരത്തുള്ളൂ. അടുത്ത ടി സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദി മിഡ് പൊസിഷൻസ് ഓഫ് ദി സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടി ഒരു മിഡ് പൊസിഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടീനെ നമുക്ക് ഇവിടെ തന്നെ ഇരുത്താം. ഇൻ കേസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാനത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ വരച്ച സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് മിഡിലാണെങ്കിലും എവിടെയാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാലോ. ഇപ്പോൾ ഇൻ കേസ് യുവിനെ നിങ്ങൾ ഇവിടെ എഴുതി, എസിന് ഇവിടെ എഴുതി, ടീനെ ഇവിടെ എഴുതിയാണ് വന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇൻ കേസ് എഴുതി അങ്ങനെ ആയിരുന്നു വിചാരിക്കുക. അവർ പറയുകയാണെങ്കിൽ ടി ഒരു മിഡ് പോസ്റ്റിലാണെന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടീനെ പിടിച്ച് മിഡ് പോസ്റ്റിലൂടെ അങ്ങ് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് യു ഇവിടെ വരും, എസ് ഇവിടെ വരും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചരിഞ്ഞങ്ങ് ഇരുന്നോളും. അതുകൊണ്ട് ഇതിനകത്ത് കോർണർ മിഡ് പോസ്റ്റിൽ പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സർക്കിൾ ചെയ്യുന്ന പോലെ തന്നെ എവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു ഡേറ്റ ഇതുപോലെ പറയുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൽ മതി, അതിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ വേണ്ട, ഓൾറെഡി അങ്ങനെ തന്നെ വന്നിട്ടുള്ളത് പ്രശ്നമില്ല. ഓക്കെ, അടുത്തത് ആർ സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് യു എന്ന് പറയുന്നുണ്ട്. യുവിൻ്റെ തേർഡ്, അപ്പോൾ യു ഇവിടെ ഇരിക്കുകയാണ് തേർഡ് റൈറ്റ്. 1 2 3. ആർ എന്ന് പറഞ്ഞാൽ യുവിൻ്റെ തേർഡ് റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബോത്ത് വി ആൻഡ് ആർ എന്ന് പറയുന്നുണ്ട്. പി വിൻ്റെ ആറിൻ്റെ നടുക്ക് വരണം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ആർ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് നമുക്ക് പി എഴുതാൻ സാധിക്കില്ല, കാരണം വി നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കത്തില്ല. അതേസമയം ഇവിടെ നമുക്കാണെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ എഴുതാൻ പറ്റും. കണ്ടോ, പി എന്ന് പറയുന്നത് ആറിൻ്റെയും ബിൻ്റെയും ഇമ്മീഡിയറ്റ് നൈബറാണ്. അടുത്ത ഡബ്ല്യു ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ടി. ഡബ്ല്യു ടീൻ്റെ നൈബർ ആകില്ല. അപ്പോൾ ഡബ്ല്യു ഇവിടെ വരില്ല. ഡബ്ല്യു എവിടെ ആയിരിക്കും വരിക, ഇതാ ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ റിമൈനിങ് ഉള്ള ആളെ പിടിച്ച് നമുക്ക് അവിടെ ഇരുത്താം. റിമൈനിങ് ഉള്ള ആളെന്ന് പറയുന്നത് ക്യൂ ആണ് അല്ലേ. ഓക്കെ, കഴിഞ്ഞു, അറേഞ്ച്മെന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ക്വസ്റ്റിനിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഹു എമംഗ് ദ ഫോളോവിങ് ഈ സിറ്റിംഗ് അറ്റ് വൺ ഓഫ് ദി കോർണർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കോമേഴ്സ് എന്നല്ല, കോർണർ. ഓക്കെ, നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ പിയും ക്യൂവും ഡബ്ല്യു ആണ്. അപ്പം അതിനകത്ത് ക്യൂ മാത്രമാണ് ഓപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ. ആരാണ് കോർണർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഇവർ 3 പേരും പിയും ക്യൂവും ഡബ്ല്യു ഈ 4 പേരും എന്താണ് കോർണറിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷനകത്ത് അല്ലെങ്കിൽ ഒരാളെ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ക്വയർ അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ അറേഞ്ച്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കിൾ ചെയ്യുന്ന പോലെ ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു ബോക്സ് പസിലാണ്. പസിലിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബോക്സ് പസിൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, there are 5 boxes KLMNO are arranged one above another. box M is placed above N എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ഡേറ്റ. N-ന് മുകളിൽ എവിടെയോ ആണ് ആര് വരുന്നത്, M വരുന്നത് പറയുന്നുണ്ട്. ഈ ഡേറ്റ പ്രത്യേകം ശ്രദ്ധിക്കാം. M is placed above N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N-ന് തൊട്ട് മുകളിലാകണമെന്ന് നിർബന്ധമില്ല. N മുകളിൽ എവിടെ വേണമെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. N-ന് മുകളിലാണ് ആര് വരിക, M വരിക. ആൻഡ് ബോക്സ് O is placed below box K എന്ന് പറയുന്നുണ്ട്. കെക്ക് താഴെയാണ് ആര് വരിക, ഓ വരിക എന്ന് പറയുന്നുണ്ട്. ബോക്സ് N ഈസ് പ്ലേസ്ഡ് എബോവ് കെ എന്ന് പറയുന്നുണ്ട്. N കെയുടെ മുകളിലാണെന്ന് പറയുന്നുണ്ട്. അപ്പം N-ന് താഴെ ആയിരിക്കും കെ വരിക അല്ലേ. അപ്പോൾ കെ ഇവിടെ ആയിരിക്കും, ഓ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി അടുത്തടുത്താകണമെന്ന് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഓർഡർ മാത്രമേ അവർ പറയുന്നുള്ളൂ.
ലാസ്റ്റ് പറഞ്ഞ ബോക്സ് എൽ ഈസ് പ്ലേസ്ഡ് ബിലോ എന്ന് പറയുന്നുണ്ട്. എല് ഒയ്ക്ക് താഴെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 ബോക്സേ ഉള്ളൂ. അപ്പോൾ ആ ഡേറ്റ വായിച്ച് തരുമ്പോൾ തന്നെ നമുക്ക് എന്തായി 5 ഓർഡറിലായി കഴിഞ്ഞു. MNKOL എന്ന ഓർഡറിലായി കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ദ ബോട്ടം മോസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ബോട്ടം മോസ്റ്റ് ബോക്സ് ഏതാണ്? എല്ലാണ്. നമ്മുടെ ആൻസർ എല്ലായിരിക്കും. ഓക്കെ. ബോക്സ് പസിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പസിലാണ് പസിലിനകത്ത്. അപ്പോൾ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കൂടുതലും എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ക്ലാസ്സിലായിട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ക്ലാസ്സിലായിട്ട് ഇപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റിന് മാത്രം ചോദിച്ച ടോപ്പിക്കുകളുടെ ഒരു ഡിസ്കഷനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്ക് ചോദിച്ചു എന്നാണ് 3 വീഡിയോ. കഴിഞ്ഞ 2 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആ 2 വീഡിയോകളിലും ഈ വീഡിയോയിലായിട്ട് മൊത്തം ഏതൊക്കെ ടോപ്പിക്ക് എന്ന് ഒരു ഷിഫ്റ്റിൽ മാത്രം ചോദിച്ചു എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഷിഫ്റ്റിൽ തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കുകളും എത്രത്തോളം വെയിറ്റ്. ഇപ്പോൾ സിറ്റിയും ബസ്സിൽ തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ടയർ 2-ലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിൽ കൂടിയും ടയർ 1-ലും ഈ ഒരു ഇമ്പോർട്ടൻസോടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കുകൾ എന്താണ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ക്ലാസ്സുകൾ, ഇനി വരുന്ന നമ്മുടെ ഈ സീരീസിൽ ബാക്കിയായിട്ട് നമ്മൾ ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ച ടോപ്പിക്കുകൾ എടുത്ത് സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഒരു ഷിഫ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടോപ്പിക് ഏതെന്ന് നോക്കിയിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി കുറവിലേക്ക് ഏറ്റവും കുറച്ച് ചോദിച്ച ടോപ്പിക്ക് വരെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം എന്താ പറയുക ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്ത് പോവുക. ആ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് യൂസ്ഫുൾ ആകും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ക്ലാസ് പോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ടൈം കളയരുത്. നമുക്കറിയാം നമുക്ക് ഇപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ വർഷത്തെ NDPC നമുക്ക് എന്താണ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. NDPC മാത്രമല്ല റെയിൽവേയുടെ JEE ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ LP ഉണ്ട്. അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് പോസ്റ്റുകളുണ്ട്. ഇതിനെല്ലാം നമുക്ക് എന്താണ് റീസണിങ്ങിൻ്റെ ആവശ്യം വരും. അപ്പോൾ നല്ലപോലെ തന്നെ പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.